മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വീണ ടിക്ക് എക്സാലോജിക്കിന് പുറമെ മറ്റൊരു കമ്പനി കൂടി എന്ന സംശയം. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ രേഖ വീണയുടെ വീട്ടിൽ നിന്ന് ഇഡിക്ക് ലഭിച്ചു. മെയ് 27 നടത്തിയ റെയ്ഡിൽ കമ്പനിയുടെ വിശദാംശങ്ങൾ ലഭിക്കുകയായിരുന്നു. എസ് രാഗിനാണ് വിവരങ്ങളുമായുള്ളത്. രാഗിൻ, ഇപ്പോൾ വീണ മാത്രം ഡയറക്ടറായിട്ടുള്ള കമ്പനിയാണ് എക്സാലോജിക്. ഈ പുതിയ കമ്പനിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആരാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ എന്ന് മനസ്സിലാക്കാൻ ഒരു ക്ലിക്ക് മതി. എന്താണ് ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്? അതായത് വീണയ്ക്ക് നേരത്തെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു വീണയുടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കമ്പനി കൂടി ഉണ്ട് എന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തേക്ക് വരുന്നത്. അതിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനിയുടെ രേഖ കിട്ടിയത് വീണയുടെ വീട്ടിൽ നിന്നാണ്. അത് ഈ ഇഡി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ 15,57,414 രൂപ ഇഡി ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വീണയുമായി ബന്ധപ്പെട്ട അതടക്കമുള്ള കാര്യങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, വീണയുടെ HDFC അക്കൗണ്ടിൽ നിന്ന് 1,37,088 രൂപ. അതിനുശേഷം ഈ ലേക്കർ ഇന്ത്യയുടെ 15,57,414 രൂപ, കൂടാതെ എക്സാലോജിക്കിന്റെ 27,585 രൂപ. ഈ കമ്പനിയുടെ ലേക്കർ ഇന്ത്യയുടെ രേഖ കിട്ടിയത് അന്ന് മെയ്യിൽ ഇഡി നടത്തിയ റെയ്ഡിൽ, ഇഡി വീണയുടെ വീട്ടിൽ, പിണറായിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. അതിനുശേഷം വീണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഇഡി ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇത് മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും വിതരണം ചെയ്യുന്ന കമ്പനിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടും വീണയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകും എന്നതാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും നേരത്തെ ഈ കമ്പനിയുടെ പേരങ്ങനെ കേട്ടിരുന്നില്ല, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനി കൂടി ഇതിന്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട്. അവരുടെ അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ പണവും ഫ്രീസ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിലെ പണമാണ്, ബാലൻസ് ഉള്ള പണമാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അങ്ങനെ കൂടുതൽ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് പോകും എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ആ ഒരു പട്ടിക തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ ഭാഗമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ വീണയ്ക്ക് ശേഷം 8ാമതായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അതിനുശേഷം 9ാമതായാണ് മെസേഴ്സ് എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ മെസേഴ്സ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ അതിന് 15,57,414 രൂപയാണ് കാണിച്ചിരിക്കുന്നത് അക്കൗണ്ടുകളിൽ. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭ്യമാണോ രാഗിൻ? ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ ഇഡി റിപ്പോർട്ടിൽ പറയുന്നത് ബാലൻസ് അവൈലബിൾ ഇൻ ബാങ്ക് അക്കൗണ്ട് നമ്പർ സ്വാൻസോ വിത്ത് HDFC ബാങ്ക് വാസ് ഫ്രോസൺ ഓൺ PMLA 2002 ഡ്യൂറിംഗ് ദ സെർച്ച് കണ്ടക്റ്റഡ് അറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഡ്യൂറിംഗ് ദ സെർച്ച് കണ്ടക്റ്റഡ് അറ്റ് റെസിഡൻഷ്യൽ പ്രമിസസ് ഓഫ് വീണ ടി ഓൺ 27/5/2026. അതായത് വീണയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയുടെ വിശദാംശങ്ങൾ കിട്ടുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിലാണ് 15,57,414 രൂപ ആ കമ്പനിയുടെ ഭാഗമായി തന്നെ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ വീണയുടെ വീട്ടിൽ വരണം, ആ വീണയുടെ കൈവശം എങ്ങനെ ഉണ്ടാകണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ വീണയുമായി ബന്ധപ്പെട്ട കമ്പനിയായി തന്നെയാണ് ഇഡി ഇത് പരിഗണിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണയ്ക്ക് ബന്ധമുള്ള കമ്പനി, ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർക്ക് അവിടെ പങ്കാളിത്തമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും നേരത്തെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ കാര്യമാണ് പ്രധാനമായും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് ഈ ഇഡി റിപ്പോർട്ട് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇഡി റിപ്പോർട്ട് പ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് വളരെ സ്പെസിഫിക് ആയി തന്നെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇഡി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വീണയുടെ അക്കൗണ്ടിലുള്ള 1,37,000 പുറമെ 15,57,000 രൂപ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് 27,000 രൂപ. അങ്ങനെ ആകെ ഏകദേശം 17 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ഈ നിലവിൽ ഇതുവരെ വീണയുടേതായിട്ടുള്ള അല്ലെങ്കിൽ വീണയുമായി ബന്ധപ്പെട്ടതായി ഫ്രീസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം കൂടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ റെയ്ഡിൽ ചില രേഖകൾ ലഭിച്ചു. ഇതിനെ തുടർന്ന് ഫ്രീസ് ചെയ്തിരിക്കുന്ന എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്തിരിക്കുന്ന സ്വത്തുക്കളിൽ ഒന്ന് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ
സ്വത്തുക്കൾ കൂടിയാണ്. അപ്പോൾ ആ കമ്പനി ഏതാണ്, എന്താണ് ആ കമ്പനിയുമായി വീണയുടെ ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എക്സാലോജിക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും അതുപോലെ തന്നെ വീണ തൈക്കണ്ടിൻ്റെയും സ്വത്തുക്കൾക്കൊപ്പം ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ്റെ സ്വത്തുകൂടി മരവിപ്പിച്ചിട്ടുണ്ട്. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടി രേഖകളിൽ വ്യക്തമാണ്. 27/5/2026 നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കിട്ടിയിട്ടുള്ളത്. ഇത് വീണയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയാണ് എന്നാണ് സൂചന. എന്തായാലും വീണയുമായി ബന്ധമുള്ള കമ്പനി ആയിരിക്കും. അതുകൊണ്ടാണല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഫ്രീസിംഗ് നടപടികളിലേക്ക് കടന്നിട്ട് ഉള്ളത്. ആ രേഖ നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ രേഖ വളരെ വ്യക്തമാണ്. HDFC ബാങ്കിൻ്റെ അക്കൗണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ അക്കൗണ്ട് ഉള്ളത്. ഈ സെർച്ച് വീണ ടിയുടെ റെസിഡൻഷ്യൽ പ്രമൈസസിൽ നടത്തിയ സെർച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചത്. എന്തായാലും ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ്റെ സ്വത്ത്, അവരുടെ പണം, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്ന് 27/5/2026 നടത്തിയ പരിശോധനകളുടെ പിൻബലത്തിൽ അതിനുശേഷം എന്തെല്ലാം നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? നമുക്ക് EDയുടെ രേഖകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ്? അതായത് അന്ന് മെയ് 27 റെയ്ഡ് നടക്കുന്നു. ED വിശദമായിട്ടുള്ള വിപുലമായിട്ടുള്ള റെയ്ഡാണ്. ഏകദേശം 242ഓളം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു. അതിൽ വീണയുമായി ബന്ധപ്പെട്ട 3 അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളാണെന്ന് ലഭ്യമായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടത്. അതോടൊപ്പം തന്നെ ED പിന്നീട് നടത്തിയ കാര്യങ്ങളെന്ന് പറയുന്നത് സമൻ ചെയ്യുകയാണ് ഉണ്ടായത്. വീണയടക്കം 2 വട്ടം ചോദ്യം ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും അറിയേണ്ടിയിരുന്നത്, നമ്മൾ ഏറ്റവും ഈ വിഷയത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, എങ്ങനെ വീണയ്ക്ക് കരാർ കിട്ടി, ഇതിൻ്റെ കരാർ ഏതെങ്കിലും തരത്തിലുള്ള സേവനം ഉണ്ടായിരുന്നോ, ഇത്രയും പണം എങ്ങനെയാണ് CMRL വീണയ്ക്കും വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിനും നൽകിയത് എന്നതായിരുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ രേഖാമൂലം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് ED വ്യക്തമാക്കുകയാണ്. ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ED അത് സൂചിപ്പിക്കുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ ശശിധരൻ കർത്തയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആരാണോ പണം കൈമാറിയത്, ആ പണം കൈമാറുന്ന ആൾക്കാണ് അത് എന്തിനു വേണ്ടി കൈമാറിയെന്ന് പറയാൻ കഴിയുക. ആ മൊഴിയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു മൊഴി നൽകിയിരിക്കുന്നത് ശശിധരൻ കർത്തയാണ്. CMRLന്റെ MD ആണ്. ഈ പണം കൊടുത്തത് പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമാണെന്ന്, അത് വളരെ ശക്തമായിട്ടുള്ള ഒരു മൊഴിയാണെന്നാണ് ED തങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല തുടർന്ന് ഇങ്ങോട്ട് ED റിപ്പോർട്ടിൽ വീണ അത്, അതായത് ഈ പറയുന്ന സേവനങ്ങളില്ല എന്നുള്ള കാര്യം വീണ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നു. അത് ഈ കേസിൽ വളരെ നിർണായകമാണ്. 2 വട്ടം വീണയെ ചോദ്യം ചെയ്തിരുന്നു. 3-ാം വട്ടം വരണമെന്ന് പറഞ്ഞിരുന്നു. ഡേറ്റ് അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം സിവിൽ നടപടികൾ EDക്ക് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സിവിൽ നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ കാര്യങ്ങൾ കൊടുത്ത് ഇനി കണ്ടുകെട്ടൽ നടപടികളിലേക്ക് പോകണം. അതിന് മുന്നോടിയായിട്ടുള്ള ഈ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാലോജിക്കിന് പുറമെ ലേക്കർ ഇന്ത്യയുടെ പേര് കൂടി ഇപ്പോൾ പ്രധാനമായും വന്നിരിക്കുന്നു. ഇവരുടെ ബന്ധത്തിലുള്ള ആൾക്കും പങ്കാളിത്തമുള്ള സ്ഥാപനം എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇവരുടെ ഈ 15,57,414 രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ ഏകദേശം 17 ലക്ഷത്തിന് മുകളിൽ രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട് വീണയുമായി ബന്ധപ്പെട്ട് എന്നതാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിവരം.